പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 10.2ൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 1 മുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എക്സ്പ്രസ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഇൻ സ്റ്റാൻഡേർഡ് ഫോം. നമുക്ക് തന്നിട്ടുള്ള ഈ നമ്പേഴ്സിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതണം. അപ്പോൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നതെന്നുള്ളതൊക്കെ ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഡെസിമൽ പോയിൻ്റ് ഉള്ള നമ്പറിനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ എക്സ്പോണൻറ്റിൻ്റെ കൂടെ എന്ത് വരും? നെഗറ്റീവ് സൈൻ വരും. ഡെസിമൽ പോയിൻ്റ് ഇല്ലാത്ത നമ്പറിനെയാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ പവർ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ നോക്കിയേ. ഫസ്റ്റ് വൺ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഇത് ഇത്രയും ഡിജിറ്റ്സ് ഉണ്ട്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ നമുക്ക് ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ളത് കൗണ്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഡെസിമൽ പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഡിജിറ്റേ വരാൻ പാടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ഫോർ എക്സാമ്പിൾ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ഒരു ഡിജിറ്റേ വരാൻ പാടുള്ളൂ. ഇങ്ങോട്ട് നമുക്ക് എത്ര ഡിജിറ്റ്സ് വേണമെങ്കിലും വരാം. ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുക എന്ന് പറയുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഒരു ഡിജിറ്റേ കാണാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ പോയിൻ്റ് എവിടെ വരണം? ഈ 0 ഒന്നും നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എഴുതില്ല. എന്ത് വരണം? ഈ 8 കഴിയുന്നിടം വരെ നമ്മൾ കൗണ്ട് ചെയ്യണം. 8 കഴിഞ്ഞിട്ടായിരിക്കണം നമ്മുടെ ഡെസിമൽ പോയിൻ്റ് വരേണ്ടത്. അപ്പോൾ ഇവിടുന്ന് എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്ന് നോക്കുക. 2, 4, 6, 8, 10, 11, 12. 8 വരെ 12 ഡിജിറ്റ്സ് ആണുള്ളത്. അപ്പോൾ നമുക്ക് 8.5 ഇൻറ്റു 10 എത്ര എഴുതാം? ഇവിടെ ഡെസിമൽ പോയിൻ്റ് ഉള്ളതാണ്, അതുകൊണ്ട് -12 എന്ന് എഴുതാം. അപ്പോൾ ഈ സീറോസ് കൗണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് കൗണ്ട് ചെയ്യുക. തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസറും തെറ്റിപ്പോകും കേട്ടോ. കറക്റ്റായിട്ട് കൗണ്ട് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 8 കൂടെ കൂട്ടുമ്പം 12. 8 കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡെസിമൽ പോയിൻ്റ് ഇട്ടത്. അപ്പോൾ ഡെസിമൽ പോയിൻ്റ് എവിടെയാണോ വരുന്നത് അതുവരെയുള്ളത് നമ്മൾ കൗണ്ട് ചെയ്യണം. അപ്പോൾ 8.5 ഇൻറ്റു 10 -12. ഇനി അടുത്തത് രണ്ടാമത്തതിൻ്റെത് ഡെസിമൽ പോയിൻ്റ് ഇല്ല. അപ്പം ഡെസിമൽ പോയിൻറ്റിന് ലെഫ്റ്റിൽ ഒരു ഡിജിറ്റേ വരാൻ പാടുള്ളൂ. അപ്പോൾ എവിടെ ഇടണം? 6 പോയിൻ്റ് എന്ന് ഇടണം അല്ലേ? അപ്പോൾ ആ പോയിൻ്റ് കഴിഞ്ഞിട്ട് റൈറ്റിലോട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? കൗണ്ട് ചെയ്ത് നോക്കണം. അപ്പോൾ എന്തെഴുതാം? 6.02. അപ്പം 0 അല്ലാത്ത ഡിജിറ്റ്സ് എവിടെ വരെ ഉണ്ടോ അത്രയും നമ്മളിവിടെ എഴുതണം. അപ്പോൾ 0 കഴിഞ്ഞിട്ടൊരു 2 ഉണ്ട്, അതുകൊണ്ട് ആ 2 വരെ നമ്മൾ ഇവിടെ എഴുതണം. എന്നിട്ട് ഇൻറ്റു 10 ഇനി വേണം നമ്മൾ കൗണ്ട് ചെയ്തിട്ട് എഴുതാൻ. നമ്മൾ 6 കഴിഞ്ഞിട്ടാണ് ഡെസിമൽ പോയിൻ്റ് ഇട്ടത്. അപ്പോൾ നമ്മൾ അവിടെ തൊട്ട് കൗണ്ട് ചെയ്യുന്നു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. അപ്പോൾ 6 കഴിഞ്ഞിട്ട് ഇവിടെ വരെ 15 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പോൾ 10⁻15. ഡെസിമൽ പോയിൻ്റ് ഇല്ലാത്തത് കൊണ്ട് സൈൻ ഈസ് പോസിറ്റീവ്. മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ = എന്ത് വരും? ഇവിടെ ഡെസിമൽ പോയിൻ്റ് ഉണ്ട്, അപ്പം പവർ നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ 0 അല്ലാത്ത ഡിജിറ്റ്സ് 942 ആണ്. അപ്പം പോയിൻറ്റിൻ്റെ ലെഫ്റ്റിൽ ഒരു ഡിജിറ്റേ വരാൻ പാടുള്ളൂ. 0 അല്ലാത്ത ഡിജിറ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മുടെ നമ്പർ എന്ത് വരും? 9 പോയിൻ്റ് എന്ന് വരും. 9.42. അപ്പം നമ്മുടെ പോയിൻ്റ് ഡെസിമൽ പോയിൻ്റ് ഇവിടെയാണ് വരിക. അപ്പം ഇങ്ങോട്ട് ഇവിടെ വരെയുള്ള സീറോസ് നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കണം. അതായത് 0 അല്ല, ഇവിടെ നമ്മൾ ഈ പോയിൻ്റ് ഇടുന്നത് തൊട്ടുള്ള ബാക്കി ഡിജിറ്റ്സ് മൊത്തം നമ്മൾ കൗണ്ട് ചെയ്യണം. എന്തുവരും? ഈ പോയിൻ്റാണ് ഇങ്ങോട്ട് മാറിയത്. ബാക്കി എത്ര ഉണ്ട് ഡിജിറ്റ്സ്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 12 ഉണ്ട്. അപ്പോൾ 10⁻, ഡെസിമൽ പോയിൻ്റ് ഉള്ളത് കൊണ്ട് -12. വളരെ സിമ്പിളാണ്. ഡെസിമൽ പോയിൻ്റ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് സൈൻ വരും, ഇല്ലെങ്കിൽ സൈൻ പോസിറ്റീവ് ആയിരിക്കും പവറിൻ്റെത് വരുന്നത്. ഇപ്പോൾ ഡെസിമൽ പോയിൻ്റ് ഇവിടെയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. നമ്മൾ ഇടേണ്ടത് ഒരു ഡിജിറ്റ് 0 അല്ലാത്ത ഒരു ഡിജിറ്റ് കഴിഞ്ഞിട്ടാണ് പോയിൻ്റ് വേണ്ടത്. അപ്പോൾ ഈ ഇവിടം തൊട്ട് ഇവിടെ വരെ എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്തിട്ട് പവറായിട്ട് എഴുതുക. ഡെസിമൽ പോയിൻ്റ് ഇല്ലാത്തതാണെങ്കിലും അതേപോലെ ഡെസിമൽ പോയിൻറ്റിൻ്റെ ലെഫ്റ്റിൽ ഒരു ഡിജിറ്റ് വരുന്ന പോലെ എഴുതുക. ബാക്കി 0 അല്ലാത്ത ഡിജിറ്റ് എത്രയുണ്ടോ അത് മൊത്തം എഴുതുക. അപ്പോൾ ആ 0 അല്ലാത്ത ഡിജിറ്റിൻ്റെ ഇടയ്ക്ക് 0 ഉണ്ടെങ്കിൽ നമ്മൾ അതിവിടെ എഴുതണം കേട്ടോ. എന്നിട്ട് നമ്മൾ പോയിൻ്റ് ഇട്ടിടം തൊട്ട് ബാക്കിയുള്ളത് മൊത്തം കൗണ്ട് ചെയ്തിട്ട് പവറായിട്ട് എഴുതുക.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ 837 ആണ് 0 അല്ലാത്ത ഡിജിറ്റ്. അപ്പം നമുക്ക് എന്തെഴുതാം? 8.37 എന്ന് എഴുതാം. അപ്പോൾ 8 കഴിഞ്ഞിട്ട് ഇതാ ഇവിടെയാണ് പോയിന്റ് വരുന്നത്. അപ്പോൾ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഡിജിറ്റ്സ് എത്രയുണ്ടെന്ന് കൗണ്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 9 ഉണ്ട്. അപ്പോൾ ഇൻറ്റു 10⁻⁹ എന്ത് വരും? -9. എന്തുകൊണ്ടാണ്? ആ ഡെസിമൽ പോയിൻ്റ് ഉണ്ട്, അതുകൊണ്ട് -9. ഇനി അടുത്തത് = അപ്പോൾ ഇവിടെ നമുക്ക് എന്തെഴുതാം? 3 ഡെസിമൽ പോയിൻറ്റിൻ്റെ ലെഫ്റ്റിൽ ഒരു ഡിജിറ്റ്, ബാക്കി 0 അല്ലാത്തത് 186 ഇൻറ്റു, ഇനി നമ്മൾ 3 കഴിഞ്ഞിട്ടാണ് പോയിൻ്റ് ഇട്ടത്. അപ്പോൾ ഇവിടെ തൊട്ടുള്ള ഇവിടെ വരെയുള്ള ഡിജിറ്റ്സ് നമ്മൾ കൗണ്ട് ചെയ്യുക. അപ്പോൾ 1 2 3 4 5 6 7 8 9 10. അപ്പോൾ 10⁻10 എന്ന് നമുക്ക് കിട്ടി. കണ്ടല്ലോ, ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് എഴുതാം. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ട്രിക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.